ഹലോ. അപ്പോൾ ഇന്നാണ് നമ്മളുടെ മോക്കപ്പ് പ്രാക്ടീസ്. നാളെ പാരൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് മോക്കപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മളുടെ ടീമിൽ ഞാൻ വെയിറ്റിംഗ് റൂമിൽ പോയി നോക്കുമ്പോൾ ദിവ്യ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കിൻഡർ ഗാർഡൻ്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ദിവ്യയും കൂടിയിട്ട് കിൻഡർ ഗാർഡൻ്റെ ഏരിയയിലേക്ക് പോയി. അപ്പോൾ ഇതാ ലക്ഷ്മി ചേച്ചി നമ്മളുടെ ഡമ്മി കുട്ടീനെയും കൊണ്ട് നിന്ന് പോയിട്ട് എല്ലാം റെൻറ്റിന് എടുത്തു. നമ്മളുടെ ഓർണമെൻറ്റ്സും കോസ്റ്റ്യൂം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർണമെൻറ്റ്സ് അങ്ങനെ നമ്മളെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഇന്ന് പോയിട്ട് അവർ റെൻ്റ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ കിൻഡർ ഗാർഡൻ്റെ പാർക്കും ബാക്ക് യാർഡ് ഒരു കൈൻഡ് ഓഫ് ബാക്ക് യാർഡ് നല്ല നല്ല രസത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ആനേൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ മക്കളൊക്കെ അങ്ങനെ ഓടിക്കളിക്കും. കഴിഞ്ഞ വർഷം മോൻ കിൻഡർ ഗാർഡനിലായിരുന്നപ്പോൾ ഫുൾ ടൈം അവൻ ഇവിടെ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി റൂമിൽ കീയൊക്കെ വാങ്ങി അവിടെയൊക്കെ തുറന്ന് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കിൻഡർ ഗാർഡൻ എന്നുള്ള വാക്ക് തന്നെ ഞാൻ കേട്ടിട്ടില്ല. LKG UKG അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മ എനിക്കുള്ളൂ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ക്ലാസ്സിൽ 4 ടോയ്സ് ഉണ്ടാവും, പിന്നെ ഒരു പായ ഉണ്ടാവും ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ. ഇന്നത്തെ കുട്ടികൾക്ക് ഉച്ചയുറക്കമൊന്നുമില്ല. ബാക്കിൽ എൻ്റെ ക്യാമ്പിന് പോസ് ചെയ്ത് തന്ന ആളാണ് കേട്ടോ ശ്രീലക്ഷ്മി. നമ്മളുടെ ഡാൻസിൽ അമ്മേൻ്റെ മോളാണ്. അമ്മയായിട്ട് ഡയാന ചേച്ചിയാണ് അമ്മയായിട്ട് ചെയ്തത്. ചേച്ചീൻ്റെ മോളാണ്, അടിപൊളി ഡാൻസറാണ്. അവളായിരുന്നു നമ്മൾ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. അതായത് നമ്മളുടെ റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം അവളാണ് എടുത്തു തന്നിരുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞു. എല്ലാ ടീമുകളും ഇതാ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്ക് ഡ്രോപ്പും ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി സ്റ്റേജിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട്. 5:30 മുതലാണ് നമ്മൾ മോക്കപ്പ് പ്രാക്ടീസ് തുടങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. 5:36 ആവാനായിട്ട് തോന്നുന്നു. സൺസെറ്റായി. അപ്പോൾ ഇവിടെ ശിബിച്ചേട്ടൻ ചെറിയൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്, കമ്മിറ്റി മീറ്റിംഗ്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. പാരൻസ് ഡേ ആയതുകൊണ്ട് തലയിൽ കൂടെ ഇങ്ങനെ പുക പറക്കുന്ന രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി ചോറിനാൽ നല്ലത് കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. സൈഡിൽ കൂടെ ക്യാമറയും കൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങി. അപ്പം നമ്മളെല്ലാവരും താഴെ ബാക്കിൽ പോയിട്ട് ട്രാൻസിഷൻ വീഡിയോന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോവുക. കാരണം നാളെ മേക്കപ്പ് ചെയ്യുമ്പോൾ ആ ഏരിയയിലാവുമല്ലോ. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ള ലുക്ക് കിട്ടണമെങ്കിലും അവിടെ നിന്ന് എടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം ബാക്ക്ഗ്രൗണ്ട് സെയിം ആവണ്ടേ. അപ്പോൾ നമ്മളെ സ്റ്റേജൊക്കെ നല്ല സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ ഒന്ന് ഡാൻസ് കളിക്കാൻ അറിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ്. നമ്മൾ ബാക്ക് ഡ്രോപ്പൊക്കെ വെക്കുന്ന ആ ഒരു ഫുൾ വയറ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഏരിയയിൽ നിന്നാണ് കേട്ടോ റീൽസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് നമ്മൾ എടുത്തത്. എല്ലാവരും റീൽസൊക്കെ എടുത്ത് വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ ആർദ്രക്കുട്ടി അതാ വൈറൽ ഗേൾ, അവൾ ഓടി കളിക്കുന്നുണ്ട്. കിട്ടുന്ന ഗ്യാപ്പ് മൊത്തം അവൾ ഓടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പം പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്റ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഫിലിം അവാർഡ്സിനൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റേജ് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റേജുകൾ. ഓപ്പൺ സ്റ്റേജും ഡോം വെച്ചിട്ടുള്ള സ്റ്റേജും എല്ലാം ഭയങ്കര ഒരു ഫിലിം ഫെയർ അവാർഡ് നൈറ്റിൻ്റെ ഒരു സെറ്റപ്പ്, ആ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക ഈ ഒരു സ്റ്റേജൊക്കെ കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു നമുക്ക് പെർഫോമൻസിന് വേണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഞാനൊക്കെ ഭയങ്കര സംഭവമായിട്ട് തന്നെ കാണുന്നത് കേട്ടോ. കാരണം എനിക്കൊക്കെ അത് ഭയങ്കര ഒരു കിട്ടൽ തന്നെയാണ്. കാരണം ഈ ഒരു ഏജിലിപ്പോൾ നമുക്കൊരു സ്റ്റേജ് പെർഫോമൻസ് ഒന്നും അങ്ങനെ കിട്ടില്ല. കാരണം നമ്മൾ സ്കൂളും കോളേജിൻ്റെയും ടൈമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ
ഫ്രണ്ടിലേക്ക് പോവുക. കാരണം പ്രോഗ്രാം തുടങ്ങാനാകുമ്പോൾ നമുക്ക് ഇന്നേ എല്ലാവരുടെയും പെർഫോമൻസ് കാണാൻ പറ്റുള്ളൂ. നാളെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടേതാണ് ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസ്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ മാഷ് വന്നിട്ടുണ്ട്. മാഷിനെയൊക്കെ ക്യാമറയിൽ കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സൈറ്റാണ്. മാഷിനെ ഒന്നും എനിക്ക് ഇതുവരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ വിനീത് സാറിനെ കാണിച്ചു തരാം. അപ്പം നമ്മളെല്ലാവരും വിനീത് സാറിനെ കണ്ട് സാറിൻ്റെ അടുത്തേക്ക് പോവാം. കാരണം സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം മാഷെ കണ്ട് മാഷോട് സംസാരിച്ചിട്ട് നമുക്ക് സ്റ്റേജിൽ പ്രോഗ്രാം കാണാൻ അവിടെ ഫ്രണ്ടിൽ പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എല്ലാവരും. ഇതാണ് നമ്മുടെ വിനീത് സാറ്. ആൾ കാണുമ്പോൾ ഭയങ്കര പാവമാണ്, പക്ഷെ ആൾ കുറയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പൊളി കുറയുമാണ് സാറിൻ്റെ. അപ്പോൾ സാറിൻ്റെ കൂടെ നമ്മൾ ഫുൾ ടീം ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആ സ്റ്റേജിൽ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ ഫാദറും ഷിബുച്ചേട്ടനും സജിച്ചേട്ടനും സണ്ണിച്ചേട്ടനും ഒക്കെ കൂടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവിടെ കസേരയിൽ നമ്മൾ ആങ്കേഴ്സ് ഇരിക്കുന്നുണ്ട്. നാളത്തെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ആങ്കേഴ്സാണ് ഇവർ രണ്ടുപേരും, മെഹുലും നിഷയും. അപ്പോൾ അവരവിടെ ഒരു പേപ്പറൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ട്. നെർവസ് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയത്. അവരേക്കാൾ കൂടുതൽ നെർവസായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ബാക്കിൽ ഇതാ കാണാൻ വേണ്ടി പാരൻസ് വന്ന് PTA ആൾക്കാർ വന്നിട്ടുള്ളവരുണ്ട്, അല്ലാതെ ഈ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഷിബിച്ചേട്ടനും നസീംക്ക, സജ്ജേട്ടൻ, ആദർശേട്ടൻ എല്ലാവരും, സണ്ണിച്ചേട്ടൻ, ഫാദറൊക്കെ കൂടി അവിടെ എന്തോ കാര്യമായ ഡിസ്കഷനിലാണ്. സ്റ്റേജിൻ്റെ മുകളിൽ നമ്മളുടെ ബോയ്സ് ടീമിൻ്റെ ആൾക്കാരുണ്ട് ഫുള്ള്. നമ്മളെ ആണുങ്ങളുടെ പെർഫോമൻസ് ഉണ്ട്. അവർ സ്റ്റേജിൻ്റെ മുകളിൽ പൊസിഷൻ നോക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മൾ കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ദേവഗിരി PTA എല്ലാമായ പ്രസിഡൻറ്റ് ഷിബുച്ചേട്ടൻ. അടുത്ത് നിൽക്കുന്നതാണ് നസീംക്ക, ഷിബുച്ചേട്ടൻ, ഇത് സണ്ണിച്ചേട്ടൻ. അപ്പുറത്ത് നിൽക്കുന്നത് ഐശ്വര്യ. അപ്പം എൻ്റെ വ്ളോഗിലുള്ള എല്ലാവരോടും ഹായ് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ പ്രസിഡൻറ്റ് ഹായ് പറഞ്ഞു ഷിബുച്ചേട്ടൻ. ആ വരുന്നതാണ് നമ്മുടെ ഫാദർ. നമ്മൾ എന്താ പറയുക, ഏതൊരു ഇവൻറ്റും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഫാദർ കണ്ട് അപ്രൂവ് ചെയ്താൽ മാത്രമേ സ്റ്റേജിൽ കയറുള്ളൂ. പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ അത്രയും പെർഫെക്ഷനിസ്റ്റാണ് ഫാദർ. ഒരു കണക്കിന് നല്ലതാണ്, കാരണം അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഗ്രാം ആയിരിക്കും നമ്മളെ സ്കൂളിൽ നടക്കുന്ന എല്ലാം. അപ്പോൾ ഇതാ നമ്മളെ ബാക്ക് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊക്കെയോ ടീമിന് വേണ്ടിയിട്ട് ഉള്ള ബാക്ക് ഡ്രോപ്സൊക്കെ അവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രെയർ സോങ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഇത് തുടങ്ങിയത്, മോക്കപ്പ് തുടങ്ങിയിട്ടുള്ളത്. രേഷ്മ ചേച്ചിയും വേറെ രണ്ടുപേരും, ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. രേഷ്മ ചേച്ചിയാണ് നമ്മളുടെ ഗ്രേപ്പ് കളർ ചുരിദാർ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ രേഷ്മ ചേച്ചീൻ്റെയൊക്കെ പ്രെയർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ഡോക്ടറിൻ്റെ ഒരു സോളോ സോങ് ഉണ്ടായിരുന്നു. എല്ലാ സ്ക്രീനിങ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പെർഫോമൻസ് സ്റ്റേജ് കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഡാൻസിൽ പിന്നെ സ്ക്രീനിങ് ചെയ്തിട്ട് ആരെയും ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ പാട്ട് 8-9 പേരെങ്ങാണ്ട് പാടിയിട്ട് അതിൽ 4 പേരെ തന്നെയാണ് സോളോയ്ക്ക് സെലക്ട് ചെയ്തത്. ബാക്കി എല്ലാവരെയും ചെയിൻ സോങ്ങിന് എടുത്തത്. അപ്പോൾ ഞാൻ മാക്സിമം നാളത്തെ ഇവൻറ്റുകളെല്ലാം ചെറിയൊരു 15 സെക്കൻഡ്സ് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആരും മോശമല്ല കേട്ടോ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും 2 സ്ക്രീനിങ്ങും അതേമാതിരി പ്രൊഫഷണൽ കൊറിയോഗ്രാഫറെ വെച്ചിട്ടുള്ള കൊറിയോഗ്രാഫിയും എല്ലാം ആയിട്ട് എല്ലാവരും അടിപൊളി, നല്ല എനർജറ്റിക്കും വൈബ്രൻറ്റും ആയിട്ട് തന്നെ എല്ലാവരും കളിച്ചിട്ടുള്ളത്. ആരും മോശമല്ല. ഈവൻ പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ നമ്മളുടെ ഇവൻ്റായി. അപ്പോൾ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളുടേത് ആയപ്പോൾ നമ്മൾ കയറി. അപ്പം നമ്മളെ മോക്കപ്പ് ഞാൻ വിചാരിച്ചു അതിൻ്റെ ചെറിയ ബിറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നാളത്തെ പെർഫോമൻസ് വീഡിയോ എന്ന് പറയുന്നത് ഫുൾ മേക്കപ്പും ലൈറ്റിങ്ങും ഒക്കെ ഇട്ട് മൊത്തം മാറും, ആരെയും മനസ്സിലാവില്ല.
അപ്പോൾ ഇന്നത്തെ മോക്കപ്പിൻ്റെ ചെറിയ പോർഷൻസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതും കൂടിയും കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ മോക്കപ്പ് ഡേ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ പാരൻസ് ഡേൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടാം. പെർഫോമൻസ് വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. ബൈ.